ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3rd സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മുൻപത്തെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കാണുക. പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പിക്ചർ ഡിസ്ക്രിപ്ഷൻ, ഈ ചാപ്റ്റർ നമ്മൾ ക്ലാസ് ആയിട്ടും ചെയ്തിട്ടുണ്ട്, വർക്ക്ഷീറ്റ് മാത്രമല്ലാതെ ക്ലാസ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഷാസ് ഓൺലൈൻ ട്യൂഷൻ സെൻറ്ററിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. 8075324835. ഓരോ കുട്ടീനെയും പ്രത്യേകമായിട്ട് പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നത്. നല്ല എഫക്റ്റീവാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുണ്ട്. പിന്നെ മാത്തമാറ്റിക്സ് +1 +2 ഒക്കെ ഉണ്ട്. നമ്മളുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ് ദി വേർഡ്സ് ആണ്. ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. സി എന്നാണ് റൗണ്ടിൽ എഴുതിയിട്ടുള്ളത്, സെൻറ്ററായിട്ട് എഴുതിയിട്ടുള്ളത്. സിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ബ്രാഞ്ചസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യണം. ബീച്ച്, ബോർഡ്സ്, വേവ്സ്. ബീച്ച്, ബോർഡ്സ്, വേവ്സ് മീൻസ് തിരമാലകൾ. നോക്കൂ, കോറൽ. വാട്ട് യു മീൻ ബൈ കോറൽ? പവിഴപ്പുറ്റ്. പവിഴപ്പുറ്റുകളൊക്കെ എവിടെയാണ് നമ്മൾ കാണുന്നത്? സീയിലാണ്. ഫിഷ് സീയിൽ ഫിഷ് ഉണ്ടാവും, ഹ്യൂജ് ഫിഷൊക്കെ ഉണ്ടാവും, വലിയ ഫിഷൊക്കെ ഉണ്ടാവും. പിന്നെ തിമിംഗലം, അതൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. സുനാമി, പിന്നെ തിമിംഗലം പറഞ്ഞു, സുനാമി. പിന്നെന്താ, പിന്നെ ഫിഷർമാൻ. ഇതൊക്കെ നമ്മുടെ ഫിഷിങ്, മീൻ പിടിക്കുക, ഇതൊക്കെ എന്താ നമ്മുടെ സിയുമായി ബന്ധപ്പെട്ട വേർഡ്സാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഈ ഒരു പോർഷൻ നിങ്ങൾ റീഡ് ചെയ്തിട്ട് ഓഡിയോ അയച്ചു കൊടുക്കുക മിസ്സിന്. At the seashore. One morning, Abin went to the seashore with his father. Abin, sit here. I will be back soon. Abin's father sailed away in a small boat for fishing. Abin sat on the shore waiting for his father. Abin looked at the blue sea. He tried to count the boats. There were many. He began to dig a small pit in the sand. Waves came and filled it with water. One morning, ഒരു രാവിലെ, അബിൻ went to the seashore with his father. അവൻ്റെ അച്ഛൻ്റെ കൂടെ കടൽ തീരത്തോട്ട് പോയി. സീഷോർ നമ്മളുടെ വേർഡ് വെബിൽ നമ്മുടെ വേർഡ് സണ്ണില്ലായിരുന്നോ? അതിൽ നിങ്ങൾക്ക് എന്തും എഴുതാം, സീ ഷോർ എന്നും എഴുതാം. കടൽ തീരം, സീ ഷോറും എഴുതാം കേട്ടോ. അപ്പോൾ അബിൻ സിറ്റ് ഹിയർ. അവൻ്റെ അച്ഛൻ പറയാണ്, അബിൻ നീ ഇവിടെ ഇരിക്കുക. ഐ വിൽ ബി ബാക്ക് സൂൺ. സൂൺ ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന്. സഡൻ, സൂൺ, സഡൻ, ഇമ്മീഡിയറ്റ്ലി, ഇതൊക്കെ ഒരേ മീനിങ് ആണ്. പെട്ടെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം, നീ ഇവിടെ ഇരിക്കും. അബിൻസ് ഫാദർ സെയിൽഡ് എവേ ഇൻ എ സ്മോൾ ബോട്ട് ഫോർ ഫിഷിങ്. സെയിൽഡ് എവേ എന്ന് പറഞ്ഞാൽ അവർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്, ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ബോട്ടിൽ തുഴഞ്ഞു പോയി എന്നാണ് അർത്ഥം. ബോട്ടിൽ കയറിയിട്ട് പോയി. കടലിൽ നിന്നിങ്ങനെ പോകുന്നതിനാണ് സെയിൽഡ് എന്ന് പറയും, സെയിൽഡ് എവേ. അബിൻ സാറ്റ് ഓൺ ദി ഷോർ വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ. സാറ്റ്, സിറ്റ് ഡൗൺ എന്ന് പറയലില്ലേ? അപ്പോൾ സിറ്റിൻ്റെ പാസ്റ്റാണ് സാറ്റ്. സിറ്റ് ഡൗൺ ഇരിക്കുക, ഇരിക്കൂ എന്നാണ്. സാറ്റ് ഇരുന്നു. അപ്പോൾ ആ തീരത്ത് അവിടെ അച്ഛനെ കാത്തുകൊണ്ട് ഇരുന്നു. അബിൻ ലുക്ക്ഡ് അറ്റ് ദ ബ്ലൂ സീ. അബിൻ എന്ത് ചെയ്തു? ആ ബ്ലൂ സീനെ നോക്കി. He tried to count the boats. അവൻ ആ ബോട്ടുകൾ കൗണ്ട് ചെയ്യാൻ ശ്രമിച്ചു, എണ്ണാൻ ശ്രമിച്ചു. There were many. ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നു. He began to dig a small pit in the sand. He began, എന്തിന് തുടങ്ങി? He began, തുടങ്ങി, അവൻ തുടങ്ങി. To dig, കുഴിക്കാൻ വേണ്ടി തുടങ്ങി. A small pit, ചെറിയൊരു കുഴി കുഴിക്കാൻ തുടങ്ങി. എവിടെ? In the sand, മണലിൽ. വേവ്സ് കെയിം, തിരമാലകൾ വന്നു. ആൻഡ് ഫിൽഡ് ഇറ്റ് വിത്ത് വാട്ടർ, അത് വെള്ളം കൊണ്ട് നിറച്ചു. അപ്പം അത്രയും പോർഷൻ നിങ്ങൾ ക്ലാസ് ടീച്ചർക്ക് വോയിസ് അയച്ചു കൊടുക്കുക. അബിൻസ് ഫ്രണ്ട്സ് ആർ ഇൻ ദി ബീച്ച്. അബിൻ്റെ ഫ്രണ്ട്സ് എവിടെയാണുള്ളത്? ബീച്ചിലാണുള്ളത്. ദേ ആർ പ്ലേയിങ്, അവരെന്താ ചെയ്യുന്നത്? കളിക്കാണ്. ഡിസ്ക്രൈബ് ദം ആൻഡ് ദെയർ ആക്ടിവിറ്റീസ്, അവരെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ട് അവരുടെ ആക്ടിവിറ്റീസ്, അവരെന്താണ് ചെയ്യുന്നതെന്നും അവരെയും ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക, വിവരിക്കുക. അപ്പം നമുക്ക് അവരുടെ പേരറിയില്ല, നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? ദർ ഈസ് എ ബോയ് ഇൻ വൈറ്റ് ടീഷർട്ട് മേക്കിംഗ് എ
ടോർട്ടോയ്സ്. നോക്കൂ, അവിടെ വൈറ്റ് ടീഷർട്ട് ഇട്ടിട്ടുള്ള ഒരു ബോയിനെ കാണുന്നില്ലേ? അവൻ എന്താ മേക്ക് ചെയ്യുന്നത്? ഹി മേക്കിംഗ് എ ടോർട്ടോയ്സ്. ദർ ഇസ് എ ബോയ് ഇൻ ബ്ലൂ ടീഷർട്ട് ആൻഡ് പാൻസ് മേക്കിംഗ് ആൻ എലിഫൻറ്റ്. അവിടെ ഒരു ബ്ലൂ ടീഷർട്ടും പാൻറ്റും ഇട്ട ആൾ എന്താ ചെയ്യുന്നത്? മേക്കിംഗ് ആൻ എലിഫൻറ്റ്. ദർ ഇസ് എ ഗേൾ ഇൻ ഗ്രീൻ ബ്ലൗസ് ആൻഡ് ബ്ലൂ സ്കേർട്ട് മേക്കിംഗ് എ ബോട്ട്. ഒരു പച്ച ബ്ലൗസും നീല സ്കേർട്ട്, നീല പാവാടയും ഉടുത്ത കുട്ടി എന്താ ചെയ്യുന്നത്? ബോട്ട് ഉണ്ടാക്കാൻ. ഇതേപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ളത് എഴുതാൻ പറ്റുമല്ലോ. ഇതൊരു മോഡലാണ്. 2-3 പേരുടെയും കൂടെ എഴുതാനുണ്ട്. ഇതേ മോഡലിൽ നിങ്ങൾക്ക് അതും എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പേജ് നമ്പർ 90-ൽ കളക്ട് ഡീറ്റെയിൽസ് എബൌട്ട് യുവർ നൈബേഴ്സ്. നിങ്ങളുടെ നൈബേഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. വാട്ട് ജോബ്സ് ആർ ദേ ഡൂയിങ്? അവരെന്ത് ജോലിയാണ് ചെയ്യുന്നത്? ലെറ്റ്സ് കണ്ടക്ട് എ സർവേ. നമുക്കൊരു സർവേ നടത്തിയാലോ? എന്താ വാട്ട് യു മീൻ ബൈ സർവേ? നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. എന്നിട്ട് ഓരോ വീടുകളിൽ ഡയറക്റ്റായിട്ട് നമ്മൾ പോയിട്ട് ആ ക്വസ്റ്റ്യൻസ് അവരോട് ചോദിച്ചിട്ട് അവരിൽ നിന്നും അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ ചോദിക്കും. നിങ്ങൾ അവിടെ പോയിട്ട് എന്താണ് ചോദിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. നെയിം എഴുതുക. നിങ്ങൾ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 അവരവരുടെ നെയിംസ് എഴുതുക. ഓരോരുത്തരുടെ നെയിംസ്, ഏജ്, മെയിലാണോ ഫീമെയിലാണോ, ആണാണോ പെണ്ണാണോ, ജോബ് എന്താണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.